പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് താൽക്കാലിക ലാഭം. ഇത് എൻ്റെ ബിസിനസ് ചെയ്യുന്ന കൂട്ടുകാർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും താൽക്കാലിക ലാഭം നോക്കാൻ പാടില്ല. താൽക്കാലിക ലാഭം നോക്കിയാൽ നമുക്ക് ഒരു ബിസിനസ്സിലും വിജയിക്കാൻ സാധിക്കുകയില്ല. കാരണം ഉദാഹരണത്തിന് ഒരു മരത്തിൻ്റെ കാര്യം എടുക്കാം. നിങ്ങൾക്ക് കാണാം, ഇവിടെ 2 മരങ്ങൾ നിൽപ്പുണ്ട്. ഇത് തെങ്ങിനും വാഴയ്ക്കും അല്ലെങ്കിൽ കമുകിനും ഒന്നും കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചാണ്. നോക്കൂ, ഇതിലെ ഒരു മരം വെട്ടി മറ്റേ മരം അങ്ങനെ നിൽക്കുകയാണ്. ഈ രീതിയിൽ മരം മുറിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഇങ്ങനെ ചെയ്യുന്നവർക്ക് താൽക്കാലികമായി ടൈമിങ്ങിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇച്ചിരി കഴിയുമ്പോൾ ഇതുകൊണ്ട് ആർക്കും പ്രയോജനമില്ല. വീണ്ടും ഇത് കിളിച്ചു വരുന്നു, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറുന്നു. അതുപോലെ വേറൊരു ഉദാഹരണം, എല്ലാവരും പശുവിനെ വളർത്തും. പശുവിനെ വളർത്തിയാലോ, അതിലെ ഏറ്റവും നല്ല മാർഗം ഒരു കിടാവിനെ വാങ്ങി വളർത്തി അതിൻ്റെ പാല് കറന്നെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ജീവി നമ്മളുമായിട്ടിണങ്ങുകയും അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും നമുക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റുകയും ചെയ്യും. പക്ഷേ ഒരു പശുവിനെ വാങ്ങി പെട്ടെന്ന് കറക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മിഥ്യയായ ചിന്ത മാത്രമാണ്. യഥാർത്ഥ ലാഭം കിട്ടണമെങ്കിലോ ആ പശുവിനെ നമ്മൾ മെരുക്കി വളർത്തി എടുത്ത് കറന്നെടുക്കണം. പക്ഷേ ആ കറന്നെടുക്കാനുള്ള ആ 1-2 വർഷം നമുക്ക് ശരിക്കും കഷ്ടപ്പാടായിരിക്കും. അവിടെയോ താൽക്കാലിക ലാഭം നമുക്ക് കിട്ടുകയില്ല. പിന്നെയോ അതിനെ നമ്മൾ വളർത്തി ചിലവ് നടത്തി എടുത്തെങ്കിൽ മാത്രമേ അതിനെക്കൊണ്ട് നമുക്ക് ആദായം കിട്ടുകയുള്ളൂ. പിന്നെ 3-ാമത്തെ ഉദാഹരണം, നമ്മൾ മുട്ടയിടുന്ന കോഴികളെ വാങ്ങുന്നത് കരുതുക. നമുക്കറിയാൻ പറ്റുമോ അത് എത്ര നാളായി, എത്ര പ്രായം കൊണ്ട് മുട്ടയിടുന്നു, എത്ര മുട്ട നമുക്ക് കിട്ടും? പക്ഷേ അതിന് പകരം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തിയാൽ നമുക്കറിയാൻ പറ്റും ഇന്ന ടൈമിൽ അത് മുട്ടയിടും, മുട്ടയിട്ടാൽ നമുക്ക് അതിൻ്റെ ആദായം കിട്ടും. അങ്ങനെ പല ഉദാഹരണങ്ങളുമുണ്ട്. ചില ആളുകളോ വെറും താൽക്കാലിക ലാഭത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നവരാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ ഒരു സമയം കഴിഞ്ഞാൽ ആ ചെയ്ത കാര്യം വീണ്ടും ആവർത്തിക്കുകയും ആ ചെയ്യിക്കുന്നവൻ്റെ പൈസ പോവുകയും ചെയ്യും. അവിടെ നമുക്ക് മരങ്ങളെ തന്നെ എടുക്കാം. മരം കുറ്റി നിർത്തി വെട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കാലയളവിൽ വീണ്ടും അത് പൊട്ടിക്കിളിച്ച് വലിയ മരങ്ങളായി മാറും. പക്ഷേ അത് വേരോടെ മാറ്റിയാലോ അതിന് വീണ്ടും നമുക്ക് ചിലവുണ്ടാകില്ല. ഇങ്ങനെ പലതരം ഉദാഹരണങ്ങളുണ്ട് താൽക്കാലിക ലാഭത്തിന്. ഈ താൽക്കാലിക ലാഭം നേടുവാൻ വേണ്ടി നടക്കുന്നവർക്കോ അവർ മറ്റുള്ളവരുടെ അവസ്ഥയെപ്പറ്റി നോക്കുകയില്ല. അവരവരുടെ കാര്യം മാത്രം നോക്കുകയും അവരവരുടെ സന്തോഷത്തിന് വേണ്ടി പണി ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിച്ചാലോ ചെയ്യിക്കുന്നവർക്ക് പ്രയോജനമുണ്ടാവുകയുമില്ല, ചെയ്ത പണി ശരിയാവുകയുമില്ല. ഇതാണ് താൽക്കാലിക ലാഭം എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. എല്ലാവരും ഞാൻ പറഞ്ഞ സത്യമാണോ എന്ന് മനസ്സിലാക്കി നോക്കുക. അപ്പോൾ മനസ്സിലാകും ഇതിലെ പല ഉള്ളുകളികളും. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ വാച്ചിങ്.